നമസ്കാരം. ഇന്നാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവം എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസം. അപ്പൊ ഞാൻ ഈ യൂട്യൂബില് ഈ പൊങ്കാലയുടെ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയും കൂടി ഞാൻ കണ്ടു. എനിക്ക് ആ വാർത്ത അത്ഭുതമാണെന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് ആ വാർത്ത ഒരിക്കലും അത്ഭുതമായിരിക്കില്ല. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്കത് കണ്ടപ്പോൾ ഉണ്ടായത്. ഇന്ന് ഈ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ മാത്രം ഒരു ഉത്സവമല്ല, തിരുവനന്തപുരത്തുകാർക്ക് മൊത്തം അതൊരു ആഘോഷമാണ്, ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താറുള്ളത്. തിരുവനന്തപുരത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. അതിപ്പോ തിരുവനന്തപുരത്തുള്ള ക്രിസ്ത്യൻ പള്ളികളായിക്കോട്ടെ, മുസ്ലിം പള്ളികളായിക്കോട്ടെ, അവിടെ പോലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ തൊട്ടടുത്താണ് മണക്കാട് വലിയ പള്ളി. അതൊരു മുസ്ലിം പള്ളിയാണ്. ഇപ്പോൾ നോമ്പ് സമയമാണ്. നോമ്പ് സമയമായിട്ട് പോലും ആ പള്ളിയിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് കുടിവെള്ള സൗകര്യമുണ്ട്, ബാത്റൂം സൗകര്യമുണ്ട്. ആ പള്ളിയുടെ പരിസരം മുഴുവനായിട്ട് തുറന്നു കൊടുത്തേക്കാണ് ഈ ഭക്തന്മാർക്ക് താമസിക്കാനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനും വേണ്ടിയിട്ട് അവരെല്ലാവരും പൂർണ്ണമായിട്ടും തയ്യാറാണ്. അപ്പൊ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഏതായാലും ആ വാർത്തയുടെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. സാധാരണ മുസ്ലിം പള്ളികളിൽ പുലർച്ചെയുള്ള സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ കാണുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റ് അടച്ചിറ ഇടാറാണ് പതിവ്. ചെറിയ ഗേറ്റ് തുറന്ന് ഇടും, അത്യാവശ്യം ആളുകൾക്ക് കയറിപ്പോകാം. പക്ഷേ മണക്കാട് വലിയ മസ്ജിദിന്റെ ഗേറ്റ് ഇന്ന് തുറന്നു കിടക്കുകയാണ്. അതിനൊരു കാരണമേ ഉള്ളൂ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് 500 മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ. വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു. എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ്, അതിന്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ, ഇവ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു. ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ്. പള്ളി സ്ത്രീകൾ സാധാരണഗതിയിൽ നമസ്കാരം, അതിൻ്റെ മുകളിൽ ആ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്നതാണ്. അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു. പോലീസുകാർക്ക് കഴിഞ്ഞ 10 ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളി കമ്മിറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ്. 10 ദിവസമായി അതങ്ങനെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഫയർഫോഴ്സിന് താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട്. ഇന്ന് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നമുക്കിപ്പോൾ ഉണ്ട്. നോമ്പായതുകൊണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുള്ളൊരു വാർത്ത. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. മതസൗഹാർദ്ദത്തിന്റെ യഥാർത്ഥ മുഖം ഇതാണ്. ദ റിയൽ ഫേസ് ഓഫ് കേരള, കേരളത്തിന്റെ യഥാർത്ഥ മുഖം. 100% ലിറ്ററസി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദിക്കാരൻ നമ്മളെ കളിയാക്കിയായിരുന്നല്ലോ. ആ ഹിന്ദിക്കാരനെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം, ഈ വാർത്തയൊക്കെ കാണിച്ചു കൊടുക്കണം. അവർക്കിതൊന്നും കാണാൻ സാധിക്കത്തില്ല, പക്ഷെ മലയാളികൾക്ക് ഇത് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഇങ്ങനെയാണ് വളർന്നത്. പരസ്പരം ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെ പോലെ തന്നെ ബഹുമാനിക്കുക, ആദരിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് കാണാൻ സാധിക്കും. കേരളത്തിലുള്ള 14 ജില്ലകളിലും ഇത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ അങ്ങനെയാണ് വളർന്നത്, നമ്മുടെ പൂർവികർ അങ്ങനെയായിരുന്നു, നമ്മളും അങ്ങനെയാണ്. നമ്മുടെ പൂർവികരുടെ പാത പിന്തുടർന്നാണ് നമ്മളും പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തതല്ല. വാർത്തക്കാര് വരുമല്ലോ, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചല്ല ഇവരിതൊക്കെ തയ്യാറെടുത്തത്. പക്ഷെ ഇവർ പണ്ട് മുതലേ ചെയ്യുന്നതാണ്. വർഷങ്ങളായിട്ട് ഇവര് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവരുടെ ഏറ്റവും വലിയ വിഷമം അവിടെ വരുന്ന ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും അവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും നമുക്കറിയാം, ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ കഞ്ഞി ഉണ്ടാക്കുമല്ലോ പള്ളിയിൽ. അപ്പൊ ആ കഞ്ഞി ഇറച്ചിയിട്ട കഞ്ഞിയാണ് ഇവർ ഉണ്ടാക്കാറുള്ളത്, ഇറച്ചിക്കഞ്ഞിയാണ്. പക്ഷേ 2 ദിവസത്തേന് ഈ പള്ളിയിൽ ഉണ്ടാക്കുന്ന കഞ്ഞി പച്ചക്കറി ഇട്ടിട്ടുള്ള കഞ്ഞിയാണ്. അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള കഞ്ഞിയായിരിക്കും ഈ പള്ളിയിൽ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ്? ഭക്തന്മാർ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാമല്ലോ. നോമ്പൊക്കെ നോറ്റിട്ട് വരുന്ന ആൾക്കാരായിരിക്കും, നോയമ്പ് നോക്കിയിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്. അപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ
പച്ചക്കറി ഇട്ട കഞ്ഞിയാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു പള്ളിയിൽ മാത്രമല്ല, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണാൻ നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, വീടുകളിലും ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലുള്ളപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ തന്നെ മുസ്ലിങ്ങളാണ് താമസിക്കുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനികളാണ് താമസിക്കുന്നുണ്ടെങ്കിലും അവർ ഈ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കും. അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹോളി സമയത്ത് നോർത്ത് ഇന്ത്യയിലുള്ളൊരു സംഭവമാണ്. ഹോളി ആഘോഷിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നേതാവിനെയാണ് ഇത് പറയുമ്പോൾ ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നോർത്ത് ഇന്ത്യൻസിന് ഇത് വലിയ പരിചയം ഉണ്ടാവത്തില്ല. സൗത്ത് ഇന്ത്യൻസിന് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ പരിചയമുള്ളൂ. നമുക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള അനുഭവങ്ങളുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക, ഒത്തൊരുമയോടുകൂടി ജീവിക്കുക, സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് സന്തോഷമാണ്. ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വാർത്ത കണ്ടപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു സന്തോഷമാണ് തോന്നിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ബഹുമാനം തോന്നി. മതങ്ങൾ ഏതുമായിക്കോട്ടെ, വിശ്വാസങ്ങൾ ഏതുമായിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും ഐഡിയോളജികളൊക്കെ പലതായിരിക്കാം, വിശ്വാസങ്ങൾ പലതായിരിക്കാം. പക്ഷേ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ആർക്കും നമ്മളെ വേർപെടുത്താൻ വേണ്ടി സാധിക്കത്തില്ല. ഞാൻ അത്ഭുതമാണ് എന്ന് പറഞ്ഞത് ഇപ്പം അങ്ങനൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മതങ്ങൾ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ട്. അത്തരത്തിലുള്ള നികൃഷ്ട ക്രിമികീടങ്ങളെ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ കാണാൻ സാധിക്കും. അപ്പം അത്തരക്കാരുണ്ടായിട്ട് പോലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു അത്ഭുതമാണല്ലോ. അപ്പം ഇനിയുള്ള കാലഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക. ഓരോരുത്തരുടെയും വിശ്വാസങ്ങളെ അവരവരുടെ വിശ്വാസമാണല്ലോ, അത് അവർ ഫോളോ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ പൂർവികരെ നമ്മൾ ഓർത്താൽ മതി. അതേ എനിക്ക് പറയാനുള്ളൂ. അങ്ങോട്ട് പോയി വന്നിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. ഓരോരുത്തരും അവരവരുടെ വിശ്വാസം ഫോളോ ചെയ്ത് പൊക്കോളും. അപ്പോൾ ഇത്തരം മെസ്സേജുകളാണ് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പകർന്നു നൽകേണ്ടത്. അവരെ കാണിച്ചു കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഇനി ജനിക്കാനിരിക്കുന്ന, ഇനി വളർന്നു വരാനുള്ള തലമുറയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെയാണ്. നമ്മുടെ വിശ്വാസങ്ങൾ പലതായിരിക്കാം, നമ്മളുടെ ഐഡിയോളജീസ് പലതായിരിക്കാം. പക്ഷേ പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം സ്നേഹിക്കുക, ഒത്തൊരുമയോടുകൂടി പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുകയുള്ളൂ. ക്ഷേത്രങ്ങളിൽ പൊങ്കാല നടക്കും, പള്ളികളിൽ അവരുടെ പെരുന്നാൾ നടക്കും. എന്തും ആയിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക, സഹായിക്കുക, ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോവുക. കേരളത്തിലുള്ളവർക്ക് ഇത് പരിചയമുള്ള കാര്യമാണ്. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ തുടരണം. പരസ്പരം മനുഷ്യർ തമ്മിൽ കലഹങ്ങളല്ല ഉണ്ടാവേണ്ടത്, പരസ്പരം മനുഷ്യർ തമ്മിൽ സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. മതം ഒരിക്കലും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാനുള്ളൊരു എലമെൻ്റ് അല്ല. അങ്ങനെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നവരുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിലുള്ള തെറ്റിരിക്കുന്നത്. അല്ലാതെ മതങ്ങളുടെ ഉള്ളിലോ അല്ലെങ്കിൽ മതവിശ്വാസികളുടെ ഉള്ളിലോ അല്ല യഥാർത്ഥത്തിലുള്ള തെറ്റിരിക്കുന്നത്. ആരാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാത്തത്, ആരാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാക്കുന്നത്, അവരുടെ ഉള്ളിലാണ് തെറ്റിരിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളൂ.